ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം മോഹിച്ച പുരുഷന്മാർക്ക് തിരിച്ചടി. ഇവിടെ പ്രസിഡന്റ് സ്ഥാനം തുടർച്ചയായ 3-ാം തവണയും സംവരണം ചെയ്തു. ഇത്തവണ വനിതാ സംവരണമാണ്. കോട്ടപ്പടിയിൽ പട്ടികജാതി വിഭാഗത്തിനാണ് പ്രസിഡന്റ് സ്ഥാനം. പോത്താനിക്കാട് പഞ്ചായത്തിൽ ഇത്തവണയും ജനറൽ വിഭാഗത്തിനാണ് പ്രസിഡന്റ് സ്ഥാനം. ഈ മൂന്നിടത്തും മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വനിതകൾ ഭരണം നിയന്ത്രിക്കും. കോതമംഗലം താലൂക്കിലെ 10 ഗ്രാമപഞ്ചായത്തുകളിൽ 5ഇടത്ത് വനിതകൾ പ്രസിഡന്റാകും. 4ഇടത്ത് സംവരണമില്ല. കീരമ്പാറ, നെല്ലിക്കുഴി, കവളങ്ങാട്, വാരപ്പെട്ടി, കുട്ടമ്പുഴ എന്നിവിടങ്ങളിലാണ് വനിതകൾ പ്രസിഡന്റാകുന്നത്. പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ, പല്ലാരിമംഗലം, പിണ്ടിമന എന്നിവിടങ്ങളിലാണ് സംവരണമില്ലാത്തത്. കോട്ടപ്പടിയിലെ പ്രസിഡന്റ് സ്ഥാനം SC വിഭാഗത്തിനാണ് സംവരണം ചെയ്തിട്ടുള്ളത്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ തുടർച്ചയായ 3-ാം തവണയാണ് പ്രസിഡന്റ് സ്ഥാനം സംവരണമാകുന്നത്. 2015 വനിതാ സംവരണവും 2020 പട്ടികവർഗ സംവരണവുമായിരുന്നു. ഇത്തവണ വീണ്ടും വനിതാ സംവരണമായി. പോത്താനിക്കാട് പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം തുടർച്ചയായി 2-ാം തവണയും സംവരണത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതാണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ ആർക്കു വേണമെങ്കിലും പ്രസിഡന്റാകാം. കോട്ടപ്പടി പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണത്തിന് ശേഷം ഇപ്പോൾ SC വിഭാഗത്തിനായി സംവരണം ചെയ്തിരിക്കുകയാണ്. കുട്ടമ്പുഴയിൽ 3-ാം തവണയും പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്യപ്പെട്ടതിൽ അമർഷമുയരുന്നുണ്ട്. ഇതിനെതിരെ കോടതിയെ സമീപിക്കാനും ചിലർ ആലോചിക്കുന്നുണ്ട്. കുട്ടമ്പുഴയിലും കോട്ടപ്പടിയിലും പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിട്ട് മത്സരിക്കാൻ ഒരുങ്ങിയ നേതാക്കൾക്ക് ഇപ്പോഴത്തെ തീരുമാനം തിരിച്ചടിയായിട്ടുണ്ട്. ഈ 2ഇടത്തും പോത്താനിക്കാടും പ്രസിഡന്റ് സ്ഥാനത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് മുന്നണികൾ ഇതുവരെ പരിഗണിച്ചിരുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരുത്തിയേക്കും. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനവും മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സൺ സ്ഥാനവും പ്രതീക്ഷിച്ചതുപോലെ വനിതകൾക്ക് തന്നെയാണ്. GTV ന്യൂസ്, കോതമംഗലം.